2018 ലോഞ്ച് ചെയ്ത ഒരു പെർഫ്യൂമാണ് കരോളിന ഹെരേര പാർട്ടി ഫീവർ ഫോർ മെൻ. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് പാർട്ടിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്. ആ ഒരൊറ്റ പർപ്പസിന് മാത്രം ഉപയോഗിക്കുക. പക്ഷേ അൾട്രാ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പം ഈ ഒരു പെർഫ്യൂം വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ബോക്സ് ഒരു നിറമാറുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പല നിറത്തിലും നമുക്കിത് കാണാൻ പറ്റും. പച്ച, പർപ്പിൾ, നീല, അങ്ങനെ എല്ലാ കളറും കാണുന്ന രീതിയിലാണ് എൻ്റെ ബോക്സ് ഡിസൈൻ. കൊള്ളാം. ബാച്ച് കോഡും കാര്യങ്ങളും പ്രത്യേകിച്ച് ബോട്ടിലൊന്നുമില്ല. ഇത്രയാണ് ബോക്സിൻ്റെ ഡിസൈൻ, ഇത്രയാണ്. കൊള്ളാം. എനിക്ക് ബോക്സ് ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഇതാണ് ബോട്ടിൽ. അത്യാവശ്യം നല്ല ഭാരമുള്ള ബോട്ടിലാണ്. അത്യാവശ്യം നല്ല ഭാരമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കിലോയോളം വെയിറ്റുള്ള ഒരു ബോട്ടിലാണ്. തിക്കായിട്ടുള്ള ഗ്ലാസ്, വളരെ തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഡിസൈൻ ഒരു ഡെക്കറേറ്റീവ് ആർട്ട് വർക്ക് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ബോട്ടിൽ ഡിസൈനാണ്. ഒരു ഫ്ലാസ്കിൻ്റെ ഒക്കെ അകംഭാഗം പോലെയാണ് തോന്നുന്നത്. അകത്തുള്ള ഒരു രീതി ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. കയ്യിൽ ഹോൾഡ് ചെയ്യാനും കൊള്ളാം. അങ്ങനെ വഴുതി പോകുന്നൊരു ഡിസൈനല്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡിസൈൻ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ. ഇവിടെ ബാച്ച് കോഡ് കാണാം, 80941. 2018 ബാച്ചാണ്. ഇത് ഇറങ്ങിയ സമയത്തുള്ള ബാച്ചാണ്. 2018 ഏകദേശം 6 കൊല്ലം അടുപ്പിച്ചായിട്ടുള്ള ഒരു ബാച്ചാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബോട്ടിൽ ഡിസൈൻ 10 out of 10 കൊടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ഡിസൈൻ. ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞത് മാഗ്നറ്റിക് ക്യാപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ഒരു മെറ്റലായിട്ടുള്ള ഒരു ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലിമിറ്റഡ് എഡിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്യാപ്പ് തുറന്നപ്പോൾ തന്നെ മണം വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ മെയിൻ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. ഇപ്പോൾ ടോപ്പ് നോട്ടിൽ പറയുന്നത് റെഡ് ആപ്പിൾ, സിട്രസസ്, ജിഞ്ചർ, ജുനിപ്പർ ബെറീസ്, ടാമറിൻ. മിഡിൽ നോട്ട് വരുമ്പോൾ കാനിബസ്, ജെറാനിയം, ഫ്രീസിയ, ടോങ്കാബീൻ. ബേസ് നോട്ട് വരുമ്പോൾ ടോങ്കാബീൻ, സീഡാർ, മസ്ക്, വെട്ടുപർ, ഒളിവാനം. ഇത്രയൊക്കെയാണ് നോട്ട് വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിന് പൊതുവേ അറിയപ്പെടുന്നതിനകത്തൊരു കഞ്ചാവ് ചെടിയുടെ ഒരു നോട്ട് ഇവർ ചേർത്തിട്ടുണ്ടെന്ന്. Hi, beautiful people. I am sorry, Alia. I am sorry. ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ട്രൈ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല, ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ ഈ ഒരു നോട്ട് കാരണം ഈ പെർഫ്യൂം വളരെ പ്രചാരം കിട്ടി. ഈ ഒരു പെർഫ്യൂമിന് വളരെ വലിയൊരു പ്രചാരം ഈ ഒരു പെർഫ്യൂമിന് കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ ഒരു നോട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. ഓപ്പണിങ്ങിൽ തന്നെ റെഡ് ആപ്പിളിൻ്റെ നോട്ട് കിട്ടും. റെഡ് ആപ്പിൾ, സിട്രസ്, അതുപോലെ തന്നെ ജുനിപ്പർ ബെറി, പിന്നെ ജിഞ്ചർ. ഈ 4 നോട്ടും കൂടി ചേരുമ്പോൾ ഡിലം ബ്ലൂവിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിട്ടൊരു ഫീൽ ചെയ്യും. ഡിലം ബ്ലൂ ട്രൈ ചെയ്തവർക്ക് അറിയാൻ പറ്റും. ആ ഒരു മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു നോട്ട്, ഒരു ബ്ലാസ്റ്റ്, സിട്രസി ബ്ലാസ്റ്റ് വരും. പക്ഷെ ഇതിൽ നാരങ്ങ അല്ലെങ്കിൽ നാരക ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മണത്തിനേക്കാൾ കൂടുതലായിട്ട് മുന്തി നിൽക്കുന്നത് റെഡ് ആപ്പിൾ. നമ്മൾ സാധാരണ കിട്ടുന്ന ഒരു ആപ്പിൾ, ആ റെഡ് ആപ്പിളിൻ്റെ മണമാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. ഒന്ന് ചിന്തിക്കൂ, ഡിലം ബ്ലൂ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഡിലം ബ്ലൂവിൻ്റെ മണത്തിനൊപ്പം തന്നെ കൂടുതൽ റെഡ് ആപ്പിളിൻ്റെ മണം കൂടി ചേരുമ്പോൾ എന്ത് മണം വരും? അതാണ് ഓപ്പണിങ്ങിൽ കിട്ടുന്ന മണം. ഈ ഒരു മണം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരുന്ന വേറൊരു മണമുണ്ട്. ആ മണം ഞാൻ പറയാം. അപ്പോൾ ഇതിൽ തന്നെ ജുനിപ്പർ ബെറീസ് എന്നുള്ള നോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ജുനിപ്പർ ബെറീസ് എന്നുള്ള ഈ ഒരു നോട്ട് ഡോൾച്ചെ ആൻഡ് ഗബാന ദി കിങ് ഓടെ പെർഫ്യൂം EDP വെർഷനിൽ ജുനിപ്പർ ബെറീസ് ചേർത്തിട്ടുണ്ട്. അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ജുനിപ്പർ ബെറി നോട്ടാണ് ആ പെർഫ്യൂമിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജുനിപ്പർ ബെറി ഇതിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബെറിയുടെ ഒരു മണവും നമുക്ക് കിട്ടും. എവിടെയൊക്കെയോ YSLY EDP അല്ലെങ്കിൽ ആ ഗ്രീൻ ആപ്പിളിൻ്റെ മണം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള YSLY EDP, പിന്നെ ഇൻവിക്ടസ്, അതുപോലെ തന്നെ ഹവാസ്, ഇതുപോലുള്ള പെർഫ്യൂമിൻ്റെ ഒക്കെ എവിടേക്കോ DNA അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു മണം കുറച്ചും കൂടി ഒരു സ്വീറ്റായിട്ട് മാറും. സ്വീറ്റും അല്ലെങ്കിൽ ഫ്രൂട്ടി സ്വീറ്റിനൊപ്പം തന്നെ ഒരു പുളിപ്പും ചേർത്ത്, ഒരു പുളിയുടെ ആ നോട്ട് ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനൊരു പുളിപ്പുള്ള ആപ്പിൾ, പുളിയുള്ള ആപ്പിൾ, പച്ച ആപ്പിളല്ല, പുളിയും ആപ്പിളും ചേരുമ്പോൾ കിട്ടുന്ന ഒരു പുളിപ്പും മധുരവും ഒരേപോലെ സമ്മാനിക്കുന്ന ഒരു മണമായിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ മാറും. പിന്നെ വരുന്നതാണ് ആ ഒരു ഹെർബൽ നോട്ട്. ആ ഹെർബൽ നോട്ട് ആയിരിക്കും ഈ പറയുന്ന ഒരു കഞ്ചാവ് ചെടിയുടെ മണം എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ ഒരു ഹെർബൽ നോട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഒരു പുകഞ്ഞ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന മണമല്ലോ. പക്ഷേ ഇത് പെർഫ്യൂമിലേക്ക് വരുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെർബൽ മണം നമുക്ക് കിട്ടും. പിന്നീട് ഈ ഒരു നോട്ട് തന്നെയാണ് ത്രൂ ഔട്ട് പോകുന്നത്. നമുക്ക് ഡ്രൈ ഡൗണിലും പറയത്തക്ക വലിയൊരു മാറ്റം സംഭവിക്കുന്നില്ല. പക്ഷെ ഓപ്പണിങ്ങും മിഡിൽ നോട്ട് വരെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഡ്രൈ ഡൗണിലൊക്കെ ഏകദേശം ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു മണം തന്നെയാണ് നിലനിർത്തി പോകുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മണം മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ പറയുന്നൊരു പെർഫ്യൂമാണ്. മസ്റ്റ് ബൈ.
അതായത് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഞാൻ വളരെ അപൂർവം ചില പെർഫ്യൂമിനാണ് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ബ്ലൈൻഡ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഓഡർ ടോയിലിറ്റി കോൺസെൻട്രേഷൻ ആണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈവൻ തലവേദന ഉള്ളവർക്ക് പോലും അടിച്ചാൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ഒരു മണം. അതുപോലെ തന്നെ ഇത് യൂണിസെക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, യൂണിസെക്സ് അല്ല, ഫോർ മെയിൽ ആണത്. യൂണിസെക്സ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഫോർ മെയിൽ തന്നെയാണ്, ഫോർ മെൻ തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു മണത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഹെർബൽ മണം, ഹെർബൽ അരോമാറ്റിക് മണമായിട്ട് മാറും. പക്ഷെ അരോമാറ്റിക് മണമായിട്ട് മാറുമെങ്കിലും എവിടെയൊക്കെയോ ആ ഒരു പുളിയുടെയും ആപ്പിളിൻ്റെയും ജുനിപ്പർ ബെറി ആ ഒരു നോട്ടിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ നോട്ട് ചേർന്ന്, ഒപ്പം ഈ കഞ്ചാവ് ചെടിയുടെയൊക്കെ നോട്ടൊക്കെ ചേർന്ന് ഒരു സൂപ്പർ അരോമാറ്റിക് മണമായിട്ട് മാറും. ഇത് ഒരു ഹോളിഡേ വൈബ് തരുന്ന ഒരു മണമാണ്. നട്ടുച്ച സമയം അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയം, വളരെ സണ്ണി ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള തെളിഞ്ഞ ആകാശം, നമ്മൾ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു പീരീഡിൽ, ആ ഒരു അവസ്ഥയിൽ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ഈ ഒരു പെർഫ്യൂം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്കാകുന്നത് ചൂട് സമയത്തായിരിക്കും. ചൂട് വേണം, അതാണ് ഇതിന് ഏറ്റവും പറ്റിയ ഒരു ഒക്കേഷൻ. ഇപ്പോൾ മണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈവൻ YSLY EDPയേക്കാൾ കൊള്ളാം. എവിടെയൊക്കെയോ സ്പൈസ് ബോം, നൈറ്റ് വിഷൻ, ഓഡർ പെർഫ്യൂം ഇതിനുമായിട്ട് എവിടെയൊക്കെ ഒരു DNA ഷെയർ ചെയ്യുന്നുണ്ട്. മണം ഇത് ഞാൻ പ്രത്യേകം റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂമാണ്, ഞാൻ മാറ്റിവെക്കും. ഈ ഒരു പെർഫ്യൂമായിട്ട് വളരെ സാമ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഏകദേശം 20 ml ഉപയോഗിച്ചിട്ടുണ്ട്. കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂമിന് കോംപ്ലിമെൻറ്റ് കിട്ടും. കോംപ്ലിമെൻറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മണം കിട്ടിയാലും ചില പെർഫ്യൂമിന് നമുക്ക് പറയാൻ തോന്നും, എടാ അടിച്ചിരിക്കുന്ന പെർഫ്യൂം കൊള്ളാം, നീ ഏത് പെർഫ്യൂം ഉപയോഗിക്കുന്നത്, ഇത് എവിടെ നിന്ന് വാങ്ങി എന്നൊക്കെ ചില മണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊജക്ഷൻ ഉണ്ടാവും. പക്ഷേ ഒരാളെ കൊണ്ട് അത് എടുത്ത് പറയിപ്പിക്കില്ല, അടിച്ചിരിക്കുന്ന പെർഫ്യൂം കൊള്ളാം എന്നുള്ള രീതിയിൽ ഒരു കോംപ്ലിമെൻറ്റ് പറയിപ്പിക്കില്ല. പക്ഷെ ചില പെർഫ്യൂമിൽ അങ്ങനെ ഒരു മാജിക് വർക്കൗട്ട് ചെയ്യും. ഈ ഒരു പെർഫ്യൂമിൽ ആ ഒരു മാജിക് ഉണ്ട്. അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, ട്രൈ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും, ഈ മണം കൊള്ളാം, എന്താണ്, എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ കോംപ്ലിമെൻ്റ് കാര്യം പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു DNA ആണ് ഈ പെർഫ്യൂം. അപ്പോൾ മണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, ഒരിക്കലും മടുപ്പിക്കാതെ എത്ര തവണ ഉപയോഗിച്ചാലും ഉപയോഗിക്കും തോറും കൂടുതൽ കൂടുതൽ പ്രിയം തോന്നുന്ന ഒരു പെർഫ്യൂം. ഒരു കാരണവശാലും നമുക്ക് മടുപ്പിക്കാത്തൊരു മണമാണ്, വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ മണത്തിൻ്റെ കാര്യം പറയുമ്പോൾ 10-ൽ 9 മാർക്ക് കൊടുക്കാം. അത്രയ്ക്ക് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പെർഫ്യൂം. ഇത് സമ്മർ സീസണിൽ മാത്രമല്ല, ഞാൻ സീസൺ പറയുമ്പോൾ പറയാം. അപ്പോൾ ഇത് പക്ക പാർട്ടിയിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഇനി ഇതിന് ഒക്കേഷൻ പറയാം. ഒക്കേഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പേര് സൂചിപ്പിക്കുന്നില്ല, പാർട്ടിക്ക് വേണ്ടി ജനിച്ച ആൾക്കാർ, പാർട്ടി വൈബായിട്ട് നടക്കുന്ന ആൾക്കാർ, അട്ടിച്ചുപൊളി വൈബായിട്ടുള്ളത്, എല്ലാം എന്തിനും ഏതിനും പോസിറ്റീവായിട്ട് കണ്ട് നടക്കുന്ന ആൾക്കാർ, ഒന്നിലും ഡൗൺ ആവാത്ത ആൾക്കാർ, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. പേര് പറയുന്ന പാർട്ടി ഫീവർ. അപ്പം അത്തരം ചിന്താഗതിക്കാരുള്ളവർ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ പാർട്ടിയിൽ വേണം യൂസ് ചെയ്യാൻ. പാർട്ടി എന്ന് പറയുമ്പോൾ അത് രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും രാത്രി ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇനി കാലാവസ്ഥ, ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം, ഏത് കാലാവസ്ഥയിലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചൂടാണെങ്കിലും ശരി, തണുപ്പുള്ള സമയത്താണെങ്കിലും ശരി, മഴ സമയത്താണെങ്കിലും ശരി, മൂടിക്കെട്ടിയ കാലാവസ്ഥയിലാണെങ്കിലും ശരി, ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. എനി വെതർ എനി സീസൺ എന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉച്ച സമയത്തായിരിക്കും കുറച്ചും കൂടി ഒരു പ്രൊജക്ഷൻ. ചൂട് തട്ടുമ്പോൾ പുറത്തേക്ക് മണം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തണുപ്പുള്ള സമയത്ത് അത്രയ്ക്ക് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ചൂട് സമയത്താണ് ഇതിൻ്റെ ഒരു മണം കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്തത്. നല്ല നല്ല ചൂട് വേണം. ഇനി പാർട്ടി മാത്രമല്ല, ഓഫീസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഓഫീസിലോ കല്യാണത്തിനോ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇന്ന ഒക്കേഷൻ എന്നല്ല, ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കും. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ പാർട്ടിയുടെ കാര്യം എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം അതിന് വേണ്ടി മേക്ക് ചെയ്തുകൊണ്ടാണ് പാർട്ടിയുടെ കാര്യം എടുത്ത് പറയുന്നത്. ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും ഏത് ഒക്കേഷനിലും അടിക്കാം. പക്ഷേ കുറച്ചും കൂടി ഒരു യോയോ ആയിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും കുറച്ചും കൂടി ചേരുന്നത്. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല ഈ ഒരു പെർഫ്യൂം. കാരണം DNA അത് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് പറയുമ്പോൾ ഇത് യൂത്തിന് ഉപയോഗിക്കാം, മെച്യൂർ ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടി യൂത്തിനായിരിക്കും ചേരുന്നത്. അതുപോലുള്ള ക്യാരക്ടറുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പം മണം ഒരു രക്ഷയില്ലാത്തൊരു മണമായിട്ട് മാറി. വല്ലാത്തൊരു പുളിപ്പും സ്വീറ്റും ഒക്കെ ചേർന്ന്, ഗ്രീൻ ആപ്പിളും ഇഞ്ചിയും ആ ബെറിയും. ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ ഒരു ഇങ്ങനെയുള്ളൊരു പെർഫ്യൂം 4 മണിക്കൂറൊക്കെ നിൽക്കുക എന്നുള്ളത് കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല ഒരു ലോങ്ജിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. 4 മണിക്കൂർ ഒരു ഫ്രഞ്ച് പെർഫ്യൂം ഇത്തരത്തിൽ ഉച്ചയ്ക്കൊക്കെ നട്ടുച്ച സമയത്തൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം 4 മണിക്കൂർ നിൽക്കുക നല്ല ലോങ്ജിവിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. ബോഡിയിൽ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ഞാൻ ബോഡിയിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല, ഷർട്ടിൽ അടിക്കാനായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ
വൈകുന്നേരങ്ങളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ നിൽക്കും, 5-6 മണിക്കൂർ നിൽക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ടാവും, സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. 3 മണിക്കൂറിന് ശേഷം അത് കുറച്ചും കൂടി അടുത്തോട്ട് വരും, നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നവർക്ക് മണം കിട്ടും. ആദ്യത്തെ 3 മണിക്കൂർ നിങ്ങൾ പോകുമ്പോഴൊക്കെ ആ ഒരു സെൻട്രയിൽ ഇങ്ങനെ രൂപപ്പെടും, അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിയുമ്പോൾ ആ സെൻട്രയിൽ കുറച്ചും കൂടി അടുത്തടുത്ത് വരും. നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നവർക്ക് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ എയറിൽ കാറ്റ് തട്ടുമ്പോഴേക്കായിരിക്കും പിന്നീടുള്ള മണിക്കൂറിൽ മണം വരുന്നത്. പിന്നെ അത് പതിയെ പതിയെ അങ്ങ് വറ്റിപ്പോകും. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 4 മണിക്കൂർ പറയാം കേരളത്തിലെ കാലാവസ്ഥയിൽ. ഇനി ഡിപ്പെൻസ്, ഇത് ആൾക്കാർക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 8 മണിക്കൂർ കിട്ടിയെന്നിരിക്കാം, ചിലർക്ക് 12 മണിക്കൂർ കിട്ടിയെന്നിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ അരമണിക്കൂർ കിട്ടിയെന്നിരിക്കാം. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് പൊതുവെ ട്രൈ ചെയ്യാൻ കൊടുത്തവർക്കും 4 മണിക്കൂറൊക്കെയാണ് അവരും പറയുന്നത്, അത്രയും നേരം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 മണിക്കൂറാണ് ഒരു ആവറേജ് കിട്ടിയത്. അപ്പോൾ ഞാനത് ബീസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അത്തരം പെർഫ്യൂം 4 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബീസ്റ്റ് എന്ന് വിളിക്കും. ഈ ഒരു പെർഫ്യൂം അങ്ങനെ നോക്കുമ്പോൾ വളരെ ബീസ്റ്റാണ്. വൈകുന്നേരങ്ങൾ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നിൽക്കും, വൈകുന്നേരങ്ങൾ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നിൽക്കും, രാത്രിയും ഉപയോഗിക്കാം. അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കോംപ്ലിമെൻറ്റ് ഫാക്ടറും മണവും എല്ലാം കൊണ്ട് 10/10 കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെർഫ്യൂം കരോലിന ഹെരേറ പാർട്ടി ഫീവർ. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ജനിച്ചവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടാറ് പെർഫ്യൂം. ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം.